Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Afternoon. Afternoon. Ma'am. Good afternoon. എല്ലാവർക്കും good afternoon. Okay. Prayer ആരാണ് ചെയ്യുന്നത്? Prayer. ഞാനാണ് മാം. മീന സുരേഷ്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. Good afternoon. Father God, come be with us today. Fill our heart with joy. Fill our minds with learning. Fill our classrooms with peace. Fill our lessons with fun. Fill our friendships with kindness. Fill our school with love. Amen. Thank you. Okay, signing ആരാണ്? ഞാനാണ് മാം. Good afternoon, everyone. My name is Revati. Welcome to our online class, and I would like to extend a warm welcome to our respected teacher Ashwati ma'am. As we gather here, we come together with a shared purpose and common goal. Thank you, Ashwati ma'am, for joining us today. Thank you. Thank you. Then thought of the day. ഞാനാണ് മാം. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. അതായത് നെൽസൺ മണ്ടേല പറഞ്ഞതാണിത്. നമ്മുടെ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ശക്തമായ ഒരു ആയുധമാണ് വിദ്യാഭ്യാസം, അറിവ് എന്നത്. Then ഒരു ആക്ഷൻ സോങ് ആരെങ്കിലും ഒന്ന് ചെയ്യാവോ? ആക്ഷൻ സോങ്. ആരും പ്രിപ്പയർ ചെയ്തിട്ടില്ല ആക്ഷൻ സോങ്? ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് മിസ്. ചെയ്തോളൂ സുഗിത. Wash, wash, wash your hands. Wash those germs away. Soap and water does the trick to keep them clean all day. Thank you. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? കോസ്മെറ്റിക് ഫിറ്റ്നസിനെ കുറിച്ചിട്ടായിരുന്നല്ലോ പറഞ്ഞത്, അല്ലേ? ഓർമ്മയുണ്ടാവും? അതെ. കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ ഇതിനകത്ത്? സ്കിൻ ഹെൽത്ത് വരെ എഴുതിയിട്ടുണ്ടായിരുന്നോ? സ്കിൻ ഹെൽത്ത്. Yes ma'am, skilled skill related physical. Yes. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി എന്റെ ഗോൾസ്, കോസ്മെറ്റിക് ഫിറ്റ്നസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെയിൻ ആയിട്ട് അത് എന്താണ് ഏൽപ്പിക്കുന്നത്, അതുകൂടി നമുക്കൊന്ന് എഴുതാം, എന്നിട്ട് അത് ഫിനിഷ് ചെയ്യാം. അപ്പൊ ഗോൾസ് ഒന്ന് എഴുതുക കേട്ടോ, താഴെയായിട്ട് ഗോൾസ് ഒന്ന് എഴുതാം. ഫസ്റ്റ് പോയിന്റ് ഈസ് ഫാറ്റ് ലോസ്. എന്താണ് കോസ്മെറ്റിക് ഫിറ്റ്നസിന്റെ ഗോൾസിൽ വരുന്നത്? എന്റെ ഫസ്റ്റ് പോയിന്റ് ആണ് ഫാറ്റ് ലോസ്. എന്താ മാം ഒന്നുകൂടി പറയാം? ഫാറ്റ് ലോസ് ഗോൾസ് എന്ന് എഴുതാം. കോസ്മെറ്റിക് ഫിറ്റ്നസ് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഞാൻ പറയുന്നത്. അതിൽ ഗോൾസ് എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് അതിന് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് ഫാറ്റ് ലോസ് എന്ന് എഴുതുക. ഫാറ്റ് ലോസ്. ഓക്കെ, എഴുതിയോ? Ma'am. Yes, ma'am. Then second point ആണ് muscle toning. Muscle toning. Muscle toning. MUSCLETONING. Muscle toning. Then third point ആണ് body sculpting.
PODY SCULPTING. SCULPTING. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് എഴുതുക. എന്താണ് ബോഡി സ്കൾപ്റ്റിംഗ് എന്നത്? ടാർജറ്റഡ് ഷേപ്പിംഗ് ഓഫ് areas like arms or legs. Targeted shaping of areas like arms or legs. Arms, കൈകള് അല്ലെങ്കിൽ കാലുകള്. ഓക്കെ. അപ്പൊ ബോഡി സ്കൾപ്റ്റിംഗ് എന്നത് എന്താണ്? അതായത് നമ്മുടെ ബോഡിയിലെ ചില ഏരിയകൾ മാത്രം, പർട്ടിക്കുലർ ഏരിയ എടുത്തിട്ട് ആ ഏരിയയെ ടോൺ ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ ഫാറ്റ് ലോസിന് വേണ്ടി ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ അവിടുത്തെ ഫാറ്റ് ലോസിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫോർ എക്സാമ്പിൾ കൈയുടെ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കാലിന്റെ വണ്ണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനൊക്കെയാണ് ബോഡി സ്കൾപ്റ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ അടുത്തൊരു ഗോളാണ് മെയിൻ ആയിട്ട് സ്കിൻ ഹെൽത്ത്, ചർമ്മത്തിന്റെ ആരോഗ്യം. അതായത് ഫേസിന്റെ ഹെൽത്ത്, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടലായിട്ട് നമ്മുടെ സ്കിൻ നല്ലതായിരിക്കുക, സ്കിൻ ഹെൽത്ത് വരും. ടീച്ചറെ പേജ് നമ്പർ ഒന്ന് പറയാമോ? പേജ് നമ്പർ എനിക്കിവിടെ PDF കറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ പേജ് നമ്പർ എത്രയാണെന്ന്? 2 ആണ് മാഡം. പേജ് നമ്പർ 2 കോസ്മെറ്റിക് ഫിറ്റ്നസ്. പേജ് നമ്പർ 2 കേട്ടോ. സ്കിൻ ഹെൽത്ത് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 1 എന്താണ്? മൊഡ്യൂൾ 1 ആണ്, പാർട്ട് 1. ഓക്കെ. ദെൻ അടുത്ത പോയിന്റ് ആണ് പോസ്റ്റർ കറക്ഷൻ. പോസ്റ്റർ കറക്ഷൻ, നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആയിട്ടിരിക്കുക. ഓക്കെ എന്നുള്ളത് ഇതൊക്കെ ഇതിന്റെ കോസ്മെറ്റിക് ഫിറ്റ്നസിന്റെ ഗോൾസിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഫാറ്റ് ലോസ് ഉണ്ട്, മസിൽ ടോണിങ് ഉണ്ട്, ബോഡി സ്കൾപ്റ്റിംഗ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സ്കിൻ ഹെൽത്ത് ഉണ്ട്, പോസ്റ്റർ കറക്ഷൻ ഉണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഒന്നുകൂടി പറയണേ. ലാസ്റ്റ് പോസ്റ്റർ കറക്ഷൻ നമ്മുടെ ബോഡിയിൽ വളവും തിരിവൊന്നും ഇല്ലാതെ നമ്മുടെ ബോഡി നല്ല എന്താ പറയാ, നല്ല നേരെയായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ കറക്റ്റ് പോസ്റ്ററിലായിരിക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മള് കാര്യങ്ങൾ, വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. എല്ലാവരുടെയും എഴുതി കഴിഞ്ഞോ? മാം പി ആണോ പോസ്റ്ററിന്റെ ഫസ്റ്റ് സ്പെല്ലിംഗ്? പി ആണോ? പി ആണ് പോസ്റ്റർ കറക്ഷൻ. POSTURECORRECTION പോസ്റ്റർ കറക്ഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. Activities helpful for developing physical fitness components. The major training for developing physical fitness components are. അതായത് ചില ആക്ടിവിറ്റീസ് നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കൂട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഏതൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് 1 ആണ് വാക്കിംഗ്, നടത്തം. അല്ലേ? പേജ് നമ്പർ എനിക്ക് കിട്ടിയില്ല. ആ പേജ് നമ്പർ എനിക്ക് കാണുന്നില്ല. പേജ് നമ്പർ 2 ആണ്. ഓക്കെ. നിങ്ങള് വാക്കിങ്ങിന് പോവാറുണ്ടോ? എത്ര പേര് വാക്കിങ്ങിന് പോവാറുണ്ട്? രണ്ടുപേരാണോ പോകുന്നേ? Myself go for walking. പോവാറുണ്ട് അല്ലേ? ഓക്കെ. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ പോയതിനു ശേഷം? Yes ma'am. ഓക്കെ, എന്തൊക്കെ ഡിഫറൻസ് ആണ് ഉണ്ടായത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? First one is weight loss. Then second one, freely we can then movements and all freely we can do that. Climbing and all, no.
അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കാം അല്ലെ. Walking can develop the physical fitness. Contents like the body composition, cardiovascular fitness, etc. അതായത് കുറേയധികം നല്ല കാര്യങ്ങൾ നമ്മൾ വാക്കിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകും. നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും, നേരത്തെ ജൂലി പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ എനർജറ്റിക് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് പറ്റും. ബോഡി ടോണിങ് അല്ലെങ്കിൽ ബോഡി കമ്പോസിഷന് നല്ലതാണ്. പിന്നെ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന്, കാർഡിയോവസ്കുലർ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് എന്ത് വാക്കിംഗ് എന്ന് പറയുന്നത് അല്ലെ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഭാഗത്ത് ഫാറ്റ് അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാവുകയും അതുമൂലം എന്താണ് അറ്റാക്ക് വരികയും ചെയ്യുന്നതാണ് എന്ത് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വാക്കിംഗ് സഹായിക്കുന്നതാണ്, കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, then the second one is running ആണ്. Running can develop the physical fitness contents like muscular continuity, agility, speed, etc. പിന്നെ അതുപോലെ തന്നെ വാക്കിംഗ് പോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ കലോറീസ് കത്തിച്ച് കളയുന്ന അല്ലെങ്കിൽ കലോറീസ് ബേൺ ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് എന്ത് റണ്ണിങ് എന്ന് പറയുന്നത്. റണ്ണിങ് നമുക്ക് നമ്മുടെ മസ്കുലർ, അതായത് നമ്മുടെ മസിൽസിന് നല്ലതാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ തന്നെ നമുക്ക് സ്പീഡ് ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്പീഡി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനൊക്കെ റണ്ണിങ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ കാർഡിയോവസ്കുലർ, ഹൃദയത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്റെ ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ് റണ്ണിങ് എന്ന് പറയുന്നത്. Then third one, weight training ആണ്. Okay, weight training can develop the physical fitness contents like muscular continuity, strength, etc. So നമ്മള് ജിമ്മിൽ പോകുന്ന ധാരാളം ആളുകൾ ഉണ്ടാവും അല്ലെ കൂട്ടത്തില്. നമ്മൾ വെയിറ്റ് ട്രെയിനിങ് നമ്മൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വെയിറ്റ് എടുക്കുന്നു അല്ലെങ്കിൽ കുറെ അധികം നമ്മൾ മസിൽസിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നു. അപ്പോ നമ്മുടെ മസിൽസ് കൂടുതൽ സ്ട്രോങ് ആവുകയും നമുക്ക് അതുപോലെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവുകയും നമുക്ക് കൂടുതൽ എന്താ പറയാ ഹെൽത്തി ആയിട്ടിരിക്കാനും രോഗങ്ങൾ അധികം വരാതിരിക്കാനും ഒക്കെ സഹായിക്കാനത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ വെയിറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. Then last one is stretching ആണ്. Stretching can grow the physical fitness components like body composition, flexibility, etc. നമ്മൾ സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റിക്ക് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുകയും അതുപോലെ തന്നെ ബോഡി കമ്പോസിഷൻ ഏറ്റവും കൂടുതൽ നല്ലതാണ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് നമുക്ക് വായിച്ചാലും മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് വാക്കിംഗ്, റണ്ണിങ്, വെയിറ്റ് ട്രെയിനിങ്, സ്ട്രെച്ചിങ്. ഇതൊക്കെ ഫിസിക്കൽ ഫിറ്റ്നസിന് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്ന വിവിധ തരം അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ തീരുവാണ് കേട്ടോ. ഈ ചാപ്റ്ററിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ് കേട്ടോ. മാഡം, എന്റെ പേര് ഷബീന എന്നാണ്. മാഡം, നമുക്കിപ്പോ ഈ ഫസ്റ്റ് ചാപ്റ്റർ എടുത്തല്ലോ, അപ്പൊ അതിൽ നിന്ന് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും മറ്റും എങ്ങനെയാ അറിയുന്നത്, ഏതാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളതൊക്കെ? ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ 5 മോക്ക് ടെസ്റ്റ് തരും. ഇവിടുന്ന് 5 എണ്ണം 5 ക്വസ്റ്റ്യൻസ് തരും. ഇപ്പൊ ഈ ചാപ്റ്റർ ഇന്ന് കഴിഞ്ഞു, പിന്നോ നാളെയോ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കിട്ടുന്നതാണ്. അപ്പൊ അത് നോക്കുക, മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക അതെങ്ങനെയാണെന്ന്. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. മോക്ക് ടെസ്റ്റ് എങ്ങനെയാ നമ്മുടെ ക്ലാസ് റൂമിലാണോ ഇടുന്നത്? ക്ലാസ് റൂമിൽ ഇട്ട് തരും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ്. ഒരു ചാപ്റ്റർ കഴിയുമ്പോഴാണ് അത് കിട്ടുന്നത് കേട്ടോ. ഈ ക്ലാസ് കഴിയുമ്പോൾ അല്ല, ഈ ചാപ്റ്റർ നമ്മൾ ഫിനിഷ് ചെയ്തു, ഇതിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇനി കിട്ടും. ഈ ആഴ്ച തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നമുക്ക് ഇപ്പോ എങ്ങനെയാന്ന് അറിയാം മോക്ക് ടെസ്റ്റ് കിട്ടുന്നുണ്ടോന്ന്? എങ്ങനെയാ ക്ലാസ് റൂമിന്റെ ഇൻഫോം ചെയ്യുമോ? കേൾക്കുന്നില്ല. മിന്നു ആണോ? മിന്നു ആണോ? ക്ലിയർ ആവുന്നില്ല. ക്ലാസ് റൂം ആപ്പിലല്ലേ? യെസ് മിനു മാം. ക്ലാസ് റൂമിലാണ്. അത് എങ്ങനെയാ നമുക്കറിയാം? നമ്മൾ ഡെയിലി എടുത്ത് നോക്കണോ? അപ്പൊ മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ടോ എന്ന് അത് നമുക്ക് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യും. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ കിട്ടും. നിങ്ങൾക്ക് അവിടെ ഇടുന്നതായിരിക്കും. അങ്ങനെയാണ് ഇവിടെ കൊടുക്കാറ് കേട്ടോ. ഈ കറക്റ്റ് ആയിട്ട് അറിയില്ല, ഞങ്ങൾ ക്വസ്റ്റ്യൻ കൊടുക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. എന്തായാലും ക്ലാസ് റൂമിൽ ഇടാം, ക്വസ്റ്റ്യൻസ് ഇടും കേട്ടോ.
എന്താണ് സുനൈന? നോട്ടിഫിക്കേഷൻ വരും അതിന്റെ മോക്ക് ടെസ്റ്റ് വന്നു എന്നുള്ളതിന്റെ. വരുമായിരിക്കും, അങ്ങനെയായിരിക്കും ചിലപ്പോ. എന്തായാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഇവിടെ കുട്ടികളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള ഞാൻ ഇതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വരും. ആണല്ലേ? നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ് അറിയുന്നത് അല്ലേ? ഏത് ക്ലാസ് ആയിരുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഏത് ബാച്ച് ആയിരുന്നു? ഇപ്പൊ കഴിഞ്ഞുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ബാച്ച്. ഓക്കെ. HA12. HA12. ഓക്കെ സുനൈന, അപ്പൊ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ നിങ്ങൾക്ക്. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക, അത് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ. പിന്നെ അത് മാത്രമല്ല, നമ്മള് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ കൂടുതലായിട്ട് പറയിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതൊക്കെ നമുക്കൊരു സിറ്റുവേഷൻ തന്നിട്ട് അതെന്താണ് അങ്ങനെയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാം. ഓക്കെ. തൽക്കാലം മോക്ക് ടെസ്റ്റ് എങ്ങനെയുണ്ടെന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നോട് പറയാനുണ്ട് മോക്ക് ടെസ്റ്റ് എങ്ങനെയുണ്ടായിരുന്നു, നമുക്ക് എളുപ്പമായിരുന്നോ അല്ലെങ്കിൽ ടഫ് ആയിരുന്നോ എന്ന് പറയാൻ ചെയ്ത് നോക്കുമ്പോൾ കേട്ടോ. ഓക്കെ. മോക്ക് ടെസ്റ്റ് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ? ഒരിക്കലേ ചെയ്യാൻ പറ്റുള്ളൂന്നോ? ചിലപ്പോ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം ശരിയാവണമെന്നില്ലല്ലോ. അപ്പൊ വീണ്ടും വീണ്ടും കാണാൻ പറ്റുമോ? അതോ ഒരൊറ്റ പ്രാവശ്യം കാണാൻ? വീണ്ടും ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണത്? വീണ്ടും വീണ്ടും ചെയ്യാം. നമ്മുടെ ഇമെയിൽ ID അടിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. നോർമൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന പോലെ. നമ്മൾ നമ്മുടെ സ്കോർ അവിടെ കാണിക്കും. 5 എണ്ണത്തിൽ എത്രണ്ണം ശരിയായെന്ന് കാണിക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും ഇമെയിൽ ID അടിച്ചിട്ട് വീണ്ടും ചെയ്യാം. ടെക്നിക്കലുകാരാണ് കൂടുതൽ ചെയ്യുന്നത്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എനിക്ക് അതിനെ കുറിച്ച് നോളജ് ഇല്ല. അതുകൊണ്ടാണ് സുനൈനയോട് ചോദിച്ചത് എങ്ങനെയാണ്. ഞങ്ങൾക്ക് ഡെയിലി ഉണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ്. എനിക്കറിയാം. ഓക്കെ ഓക്കെ. മാം, ഒരു ഡൗട്ട്. ഈ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിനകത്ത് 4 പോയിന്റ് ഉണ്ടായിരുന്നു. സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിനകത്തും 4 പോയിന്റ്. അപ്പൊ ഈ കോസ്മെറ്റിക് ഫിറ്റ്നസിനകത്ത് വേറെ പോയിന്റ് ഒന്നുമില്ല, ഈ ഗോൾ മാത്രമേ ഉള്ളൂ? അത് മാത്രമേ ഉള്ളൂ. ശരി മാം. മിസ്, മറ്റേ മസിൽ ടോണിങ്ങിന് മുമ്പ് പറഞ്ഞ എന്തായിരുന്നു? ഫാറ്റ് ലോസ് ആണോ മോളെ? ഫാറ്റ് ലോസ്. ഓക്കെ. ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ തന്നെ PDF അവിടെ ഇട്ടിട്ടില്ല. ഒന്ന് വെയിറ്റ് ചെയ്യും, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഹലോ, ഇപ്പൊ എന്താ പറഞ്ഞത്? നെക്സ്റ്റ് ചാപ്റ്റർ പേര് പറഞ്ഞോ? ഈ മിസ് നമുക്ക് അസൈൻമെന്റ് വല്ലതും തന്നിട്ടുണ്ടോ?
ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഒരു ഡൗട്ടും ഇല്ല, എല്ലാം മനസ്സിലായി. നമ്മുടെ ഫിറ്റ്നസ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഡെവലപ്മെന്റ് അതിനെ കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ എന്ന് അറിയാനായിട്ട് ഞാനൊരു 5 മിനിറ്റ് തരാം. അതിനുള്ളിൽ ഇതൊന്ന് സമപ്പ് ചെയ്യാം. ഒരാള് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം കേട്ടോ. ഷോർട്ട് ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ ചാപ്റ്ററിനെ ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് സമപ്പ് ചെയ്യാം. ഓക്കെ, ഒരു 5 മിനിറ്റ് തരാം. അതിനുള്ളിൽ ഒന്ന് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അതിനകത്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഇതിനകത്ത് സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ഇതിനകത്ത് ഉൾപ്പെടുത്തുക. ഓക്കെ ആണോ? എല്ലാവരും റെഡി ആണോ? അങ്ങനെ ആരും ഒന്നും മിണ്ടാത്തേ? ഇംഗ്ലീഷിലായാലും കുഴപ്പമില്ല, മലയാളത്തിലായാലും കുഴപ്പമില്ല, 2 ലാംഗ്വേജ് ഉപയോഗിക്കാം കേട്ടോ. എല്ലാവരും തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഒരാൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ആരാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്? അതാദ്യം തന്നെ പറയൂ, എന്നിട്ട് വേണമെങ്കിൽ അവരുടെ പേര് വിളിക്കാനായിട്ട്. ആർക്കാണ് കോൺഫിഡൻസ് ഉള്ളത്? നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങള്, കുറച്ച് പോസിറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞു, അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു 3-4 ക്ലാസ്സുകളിലായിട്ട് സംസാരിച്ചു അല്ലെ. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങള് 5 മിനിറ്റ് തരാൻ പോവാണ്. 5 മിനിറ്റ് ഉണ്ട്. 5 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കുക കേട്ടോ. ഇത് വായിച്ചിട്ട് മലയാളത്തിലായി എക്സ്പ്ലെയിൻ ചെയ്തത്. അല്ലെങ്കിൽ ഇതുവരെ കേട്ട ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി അതെന്ത് ചെയ്യാം, ഇവിടെ ഷോർട്ട് ആയിട്ട് പറഞ്ഞാൽ മതി. കുട്ടികളുടെ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഫുഡ് ഹൈജീൻ, അഞ്ച് മിനിറ്റ് തരാം. 5 മിനിറ്റിനുള്ളിൽ പ്രിപ്പയർ ചെയ്താൽ മതി. പറഞ്ഞോട്ടെ മാഡം? പറഞ്ഞോ, അനില പറഞ്ഞോളൂ.
നമ്മുടെ ഫസ്റ്റ് ഈ ചാപ്റ്ററിൽ പറയുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. അതില് എങ്ങനെ ആരോഗ്യം സംരക്ഷിക്കാം, അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. അതില് ഫിസിക്കൽ ഫിറ്റ്നസ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻടു 3. ഒന്ന് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, 2 സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്, 3 കോസ്മെറ്റിക് ഫിറ്റ്നസ്. അതില് കോസ്മെറ്റിക് ഫിറ്റ്നസ്സിൽ പറയാന്ന് വെച്ചാല് നമ്മൾ പല ആക്ടിവിറ്റീസിലൂടെയും പല വർക്കൗട്ടുകളൊക്കെ ചെയ്തുകൊണ്ട് എങ്ങനെയെല്ലാം നമ്മുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് അതിൽ ഈ കോസ്മെറ്റിക് ഫിറ്റ്നസ്സിൽ പറയുന്നത്. ഞാൻ ചുരുക്കിട്ടോ പറയണേ. ക്ലാസ്സിൽ ഉണ്ടായിരുന്നു, എന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സും കണ്ടതാണോ? കണ്ടായിരുന്നു. എത്രയും മാത്രമാണോ ഞാൻ പറഞ്ഞത്? അല്ല പറഞ്ഞു കഴിഞ്ഞില്ല, ഞാൻ ഇടയ്ക്ക് പറഞ്ഞുന്നുള്ളൂ, കഴിഞ്ഞിട്ടില്ല. അതില് ഗോൾസ് എന്ന് പറയുന്നത് നമ്മള് ഇതില് ഈ കോസ്മെറ്റിക് ഫിറ്റ്നസിന്റെ ഗോൾസ് നമ്മുടെ ഫാറ്റ് ലോസ്, മസിൽ ടോണിങ്, ബോഡി സ്ട്രെച്ചിങ്, സ്കിൻ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതൊക്കെ ഇതിന്റെ ഗോൾസ് ആണ്. പിന്നെ നമ്മൾ വാക്കിംഗ് ചെയ്യുന്നത്, പല ആക്ടിവിറ്റീസിലൂടെ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് വാക്കിംഗ്, റണ്ണിങ്, വെയിറ്റ് ട്രെയിനിങ്, ഇതെല്ലാം സ്ട്രെച്ചിങ് ഒക്കെ നമ്മുടെ ബോഡിയെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കുന്ന പല ഘടകങ്ങളാണ്. പിന്നെ നമ്മൾ നല്ല അറ്റ്മോസ്ഫിയർ നമ്മുടെ ബോഡി നല്ല ഇതിൽ കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു മെയിൻ ഇതാണ് അറ്റ്മോസ്ഫിയർ. പിന്നെന്താ, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള മെന്റൽ ഇത് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഫിസിക്കലി മാത്രം പോലെ നമ്മൾ മെന്റലി നമ്മൾ നല്ല ഹാപ്പി അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കലായിട്ട് നമുക്ക് ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത്ര മതി. ഓക്കെ അനില, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. ഇനി വേറെ ആരെങ്കിലും ഒരാൾ പറയാമോ? നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, ചുരുക്കി. അത് നമുക്ക് മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് ഇംപ്രൂവ് ആക്കുന്നുള്ളത് പറഞ്ഞു. പ്രാക്ടീസ് യോഗ, പിന്നെ 6 to 8 മണിക്കൂർ വരെ സ്ലീപ്പ്, പിന്നെ അവോയ്ഡ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ, പിന്നെ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പോലെ മെന്റൽ ഹെൽത്ത് ആയിട്ടിരിക്കും. പിന്നെ ഞാനൊരു ക്ലാസ് കയറിയിട്ടുള്ളൂ മാമിന്റെ, എന്നാലും ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. പിന്നെ നമ്മുടെ വെൽനെസ് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ പോസിറ്റീവ് ഇമോഷൻസ്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക, പ്രാർത്ഥന, അമ്പലം അല്ല പള്ളി, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ മനസ്സിന് നല്ല ആശ്വാസം കിട്ടുന്ന ഇതാവുമ്പോൾ നമുക്ക് മെന്റൽ ഹെൽത്ത് കിട്ടും, ഒരു പോസിറ്റീവ് എനർജി. ഇതെന്ന് മാം പറഞ്ഞില്ലേ വാക്കിങ്ങിന്റെ കാര്യം, വാക്കിംഗ് കഴിഞ്ഞ് വന്നാൽ നമുക്കൊരു എനർജിയാണ്. രാവിലെ തന്നെ വാക്കിംഗ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ശരീരത്തിനൊരു എനർജി കിട്ടും. അതിന് ഹാർട്ടിന്റെ ഇതിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. പിന്നെ പിന്നെ ഇന്നത്തെ ജിംനാസ്റ്റിക് ഒക്കെ ഓക്കെ മാം. ഇനി ഒരാളും കൂടി കേട്ടോ, ലാസ്റ്റ് വൺ, ഒരാളും കൂടി പറയണം. Hi ma'am. Hi, Krishna. As per UNO, health, which means that it is a physical and mental social well-being എന്നാണ് പറയുന്നത്. അതായത് we can avoid sugar, junk food, oily foods in our daily life. We can do exercise for health. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ ബാക്കിയായിട്ടുള്ള നമുക്ക് contents of physical fitness ഉണ്ട്. There are 6 types of contents. First one is strength, second one is endurance, third one is flexibility, fourth one is speed, and fifth one is agility, and sixth one is coordination.
ഇത് എക്സ്പ്ലെയിൻ ചെയ്യണോ മാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട്? ഇല്ല, വേണ്ട വേണ്ട, അത് വേണ്ട. Okay. And then there are 3 types of physical fitness. First one is health related physical fitness. Second one is skill related physical fitness. Third one is cosmetic fitness. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. അതായത് കപ്പാസിറ്റി ടു ലീവ് എ ഫുൾ എഫിഷ്യന്റ് ലൈഫാണ്. അതായത് നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ ലീവ് നല്ല ലൈഫ് നമ്മുടെ എഫിഷ്യന്റ് ആയിട്ട് കൊണ്ടുപോകുന്നതാണ്. അത് തന്നെ നമുക്കൊരു 3 രീതിയിൽ നമുക്ക് കൊണ്ടുപോകാം. ഫസ്റ്റ് വൺ ഈസ് കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസ്, ആൻഡ് സെക്കൻഡ് വൺ ഈസ് മസ്കുലാർ സ്ട്രെങ്ത്, ആൻഡ് തേർഡ് വൺ ഈസ് മസ്കുലാർ എൻഡ്യൂറൻസ്, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഫ്ലെക്സിബിലിറ്റി. ആൻഡ് അതിൽ വരുന്ന രണ്ടാമത്താണ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് വേറൊരു ടൈപ്പ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അതായത് എനിത്തിങ് വി ക്യാൻ പെർഫോം ദാറ്റ് റിലേറ്റഡ് ടു സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. അതായത് നമുക്ക് സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അത് ചെയ്യുന്നത് അതിലൂടെയാണ്. അതിൽ വരുന്നതാണ് എജിലിറ്റി, ബാലൻസ്, കോർഡിനേഷൻ തുടങ്ങിയവ, പവർ. പിന്നെയുള്ളത് കോസ്മെറ്റിക് ഫിറ്റ്നസ് ആണ്. അതായത് നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് അത് കൂടുതലായിട്ടും നമ്മൾ നോക്കുന്നത്. അതായത് നമ്മുടെ മസിൽ ടോണും ബോഡി ഷേപ്പും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. അതിൽ ഗോൾസ് നമ്മൾ ഇന്ന് പറഞ്ഞു: ഫാറ്റ് ലോസ്, മസിൽ ടോണ്, ബോഡി സ്കൾപ്റ്റിംഗ്, ആൻഡ് സ്കിൻ ഹെൽത്ത് ആൻഡ് പോസ്ചർ കറക്ഷൻ. അതിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ഫോർ ഡെവലപ്പിംഗ് ഫിസിക്കൽ ഫിറ്റ്നസിന് വേണ്ടിയിട്ട്: വാക്കിംഗ്, റണ്ണിങ്, വെയിറ്റ് ട്രെയിനിങ് ആൻഡ് സ്ട്രെച്ചിങ് തുടങ്ങിയവ. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. അപ്പോ ഞാൻ അങ്ങനെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ഒരു ചാപ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ സമ്മപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയതായിട്ട് അതിനെ ഷോർട്ട് ആയിട്ടൊന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയാറുണ്ട്. 2 വിധത്തിലാണ് ഇത് നിങ്ങൾക്ക് ഉപകരിക്കാം. ഒന്ന്, നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തത്, ക്ലാസ്സിൽ കയറാത്ത കുട്ടികൾക്ക് ഇതിനെ കുറിച്ചൊരു ഷോർട്ട് ഐഡിയ കിട്ടാനായിട്ടും ഇത് ഹെൽപ്ഫുൾ ആവുന്നതാണ്. അപ്പോ എല്ലാ ചാപ്റ്റേഴ്സിലും കൺക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഒരുങ്ങി വരിക കേട്ടോ ക്ലാസ്സിൽ കയറുമ്പോൾ. ഓക്കെ. അടുത്ത ചാപ്റ്റർ ആണ് യൂണിറ്റ് 3 കേട്ടോ. ഓക്കെ, ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. അതാണ് ചാപ്റ്ററിന്റെ പേര്, യൂണിറ്റ് 3. കണ്ടോ എല്ലാവരും ടെക്സ്റ്റ് ബുക്കില്? കണ്ടു. പേജ് നമ്പർ 10. പേജ് നമ്പർ 10 ആണ് അല്ലെ? പേജ് നമ്പർ 10 ആണ് യൂണിറ്റ് 3, ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനെ പോലെയല്ല. നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ സ്കൂളില് പഠിച്ചു വന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് വന്ന കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉണ്ടാവുക. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ഈ ചാപ്റ്റർ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം അതെന്താണ്, ഇതിനകത്ത് എന്താണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഹെഡിങ് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ? ഫുഡ്, ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ്. എന്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്? ആ ഹെഡിങ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഭക്ഷണത്തിന്റെ കാര്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾക്ക് കിട്ടുന്ന ന്യൂട്രീഷൻ അല്ലെങ്കിൽ ന്യൂട്രിയൻസ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഫുഡ് ഐറ്റംസ് ഒക്കെ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലാണോ നമ്മൾ കഴിക്കുന്നത്? അതിനെ കുറിച്ച് കുട്ടികളിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഇത് കൊടുക്കാനായിട്ട് സാധിക്കുക? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഏതൊരു രീതിയാണ് ഫോളോ ചെയ്യേണ്ടത്? ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? എന്തൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം? ഏതൊക്കെയാണ് കൂടുതൽ ന്യൂട്രിയൻസ് ഉള്ള ആഹാരങ്ങൾ? എന്തൊക്കെയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ഈ ഒരു ഫസ്റ്റ് പേജ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മനസ്സിരുത്തി ഒന്ന് വായിക്കാം. അതിനുശേഷം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, റീഡ് ചെയ്തോളൂ കേട്ടോ മൈൻഡില്.
റീഡ് ചെയ്ത് കഴിയുമ്പോൾ തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതായത് ഈ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു പേജില് പ്രധാനമായിട്ടും പറയുന്നത് കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ ഗ്രോൺ അപ്പ് സ്റ്റേജില് അവർക്ക് കിട്ടേണ്ട ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് പറഞ്ഞു വരുന്നത്. അപ്പൊ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് മറ്റു ചില കാര്യങ്ങൾ ജനറൽ ആയിട്ട് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഇതിനെ കുറിച്ച്. എന്താണ് ന്യൂട്രീഷൻ? എന്താണ് ന്യൂട്രീഷൻ? നിങ്ങൾ കേട്ടിട്ടില്ല, ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? വാട്ട് ഈസ് ന്യൂട്രീഷൻ? പോഷകങ്ങൾ അല്ലെ? ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ പോഷകങ്ങൾ അല്ലെങ്കിൽ പോഷകാഹാരം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ അതിന്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. എന്താണ് ന്യൂട്രീഷൻ? അതായത് നമ്മുടെ ബോഡിയുടെ വളർച്ച അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം, ഹെൽത്ത്, അതിന്റെ ആരോഗ്യത്തിന്റെ മെയിൻ്റനൻസ്, റീപ്രൊഡക്ഷൻ, പിന്നെ അസുഖാവസ്ഥ എന്നിവയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫുഡിലെ എന്താ പറയാ കണ്ടന്റ്സിനെ അല്ലെങ്കിൽ ഫുഡിനുള്ള കണ്ടന്റ്സിനെ അല്ലെങ്കിൽ എലമെന്റ്സിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോഡിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അതിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അസുഖാവസ്ഥ പ്രിവെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഫുഡിൽ ഉണ്ടാകുന്ന കണ്ടന്റുകളാണെന്ത് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് എന്താണ്? പലവിധ ഫുഡ് ഐറ്റംസിലാണ് കാണപ്പെടുക. അതൊക്കെ ഈ പറഞ്ഞ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അസുഖാവസ്ഥയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യാണ്? റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രിയൻസ്, ന്യൂട്രീഷനും ന്യൂട്രിയൻസും രണ്ട് തരം വാക്കുകളാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള വേർഡ്സുകളാണ്. എന്താണ് ന്യൂട്രിയൻസ്? നമുക്ക് നോക്കാം. അതായത് പല പ്രവർത്തനങ്ങൾക്കും ന്യൂട്രിയൻസ് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തില്, നമ്മുടെ ഡേ ടു ഡേ ലൈഫില്, നമ്മൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും, നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും, നമ്മൾ ഉറങ്ങുമ്പോഴും ഒക്കെ എന്ത് ചെയ്തിരിക്കുകയാണ്? ശരീരം നമ്മുടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോ ബോഡിയുടെ പലതരത്തിലുള്ള വർക്കിനും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്കും എന്താവശ്യമാണ്? ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഉണ്ട്, ബോഡിക്ക് അത്യാവശ്യമല്ലാതെ അല്ലെങ്കിൽ മൈനോറിറ്റി മാത്രം, മൈനറായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ന്യൂട്രിയൻസ് ഉണ്ട്. അതായത് മെജോറിറ്റി നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രിയൻസിന് ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമുക്ക് രണ്ട് കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ബോഡിക്ക് ആവശ്യമുള്ള, അതായത് ഒരു പരിധിയിൽ കൂടുതൽ ബോഡിക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസിനെ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. എന്നാൽ ചെറിയ അളവിൽ മാത്രമാണ് ന്യൂട്രിയൻസ് ആവശ്യമെങ്കിൽ അതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്നാ പറയാ. അപ്പൊ രണ്ട് തരമുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു കപ്പലണ്ടി കഴിക്കുവാണെങ്കിൽ ആ കപ്പലണ്ടിയിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യം എടുക്കുന്നുണ്ടെങ്കിൽ, അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മാക്രോ ന്യൂട്രിയൻസ് എന്നാണ് പറയാ. ഓക്കെ, ഒരു സാധനം, ഒരു ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ കൂടുതലായിട്ട് അതിൽ നിന്ന് നമ്മുടെ ശരീരം പോഷണം വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ, ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ മാക്രോ ന്യൂട്രിയൻസ് എന്നും, എന്നാൽ ചെറിയ അളവിൽ മാത്രമാണ് നമ്മുടെ ശരീരത്തിന് ന്യൂട്രിയൻസ് ആവശ്യമാണെങ്കിൽ അതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്നും പറയും. ക്ലിയർ ആയോ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ ആണോ ഇവിടം വരെ പറഞ്ഞത്? രണ്ട് തരത്തിലുണ്ട്, മാക്രോ ന്യൂട്രിയൻസ് ആൻഡ്
മൈക്രോ ന്യൂട്രിയൻസ്. മാക്രോ ന്യൂട്രിയൻസ് അതായത് വലിയ അളവിൽ ശരീരത്തിന് ആവശ്യത്തിന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ അളവിൽ പോഷകങ്ങൾ ശരീരം വലിച്ചെടുക്കുന്നതിന് അല്ലെങ്കിൽ ആ ഫുഡിൽ നിന്ന് കൂടുതലായിട്ട് എടുക്കുന്നതിനെ നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയും. എന്നാൽ ചെറിയ അളവിൽ മാത്രമാണ് ന്യൂട്രിയൻസ് ആവശ്യമെങ്കിൽ അതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്നാണ് പറയുക. അപ്പോ മാക്രോ ന്യൂട്രിയൻസിനെയും മൈക്രോ ന്യൂട്രിയൻസിനെയും നമ്മൾ രണ്ട് രീതിയിൽ തിരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ശരീരത്തിന് ഇതനുസരിച്ചിട്ട് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാല് അതിനകത്ത് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് നമ്മുടെ ശരീരം എടുക്കുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് അല്ലേ നമ്മൾ കൂടുതൽ കഴിക്കുന്നേ? ആണോ? നിങ്ങളുടെ മതി അല്ലെ? കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്, ഏറ്റവും കൂടുതൽ ശരീരത്തിന് വേണ്ടുന്നതാണ്. പിന്നെ അതുപോലെ ഫാറ്റ് വേണം. ഇതൊക്കെ മാക്രോ ന്യൂട്രിയൻസ് ആണ് കേട്ടോ. ഫാറ്റ്, പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, ഇത് മൂന്നെണ്ണമാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. ദെൻ അടുത്തതാണ് മൈക്രോ ന്യൂട്രിയൻസ്. മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. ഓക്കെ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസിനെയാണ് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് വൈറ്റമിൻസ് രണ്ട് തരത്തിലുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വൈറ്റമിൻസ് രണ്ട് തരമുണ്ട്. വൈറ്റമിൻസ് ഏതൊക്കെയാണ്? സോല്യൂബിൾ, അൺസോല്യൂബിൾ. ഫാറ്റ് സൊല്യൂബിൾ ഉണ്ട്, വാട്ടർ സൊല്യൂബിൾ ഉണ്ട് അല്ലെ? അതായത് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഉണ്ട്. ഏതാണ് വെള്ളത്തിൽ ലയിക്കുന്ന അല്ലെങ്കിൽ വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണ്? വൈറ്റമിൻ ബി, വൈറ്റമിൻ ബി ആൻഡ് ബി സി ആണ്. ബി സി എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലഘട്ടമാണല്ലോ, അത് ഓൾറെഡി പോയി കഴിഞ്ഞതാണ്, അത് വെള്ളത്തിൽ ലയിച്ചു പോയി. ബി സി എന്ന് പറഞ്ഞാല് എന്താണ്? വാട്ടർ സൊല്യൂബിൾ ആണ്. ദെൻ ഫാറ്റ് സൊല്യൂബിൾ ഏതൊക്കെയാണ്? ഫാറ്റ് സൊല്യൂബിൾ എ, ഡി, ഇ, കെ. എ, ഡി, ഇ, കെ ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറയുന്നത്. വെള്ളത്തിൽ ലയിക്കുന്നത് പി സി ആണ്. രണ്ട് തരത്തിൽ. അപ്പൊ ഇത് ഈ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ മിനറൽസിൽ ഇപ്പൊ വൈറ്റമിൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു, രണ്ട് തരത്തിലുള്ള വൈറ്റമിൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി മിനറൽസിനെ നമ്മൾ നോക്കുവാണെങ്കിൽ രണ്ട് തരത്തിലാണ് മിനറൽസ് ഉള്ളത്. ഒന്ന് മാക്രോ മിനറൽസ്, മറ്റൊന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് പറഞ്ഞു, മാക്രോ ന്യൂട്രിയൻസ് പറഞ്ഞു. അതുപോലെ തന്നെ മിനറൽസിനെ തിരിക്കുന്നുണ്ട്. അതൊന്നാണ് മാക്രോ മിനറൽസ്, മൈക്രോ മിനറൽസ്. അപ്പൊ ഏതൊക്കെയാണ് മാക്രോ മിനറൽസ് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള മിനറൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാണ് സോഡിയം, മിനറൽസിൽ വരുന്നതാണ് കേട്ടോ, സോഡിയം. രണ്ടാമത്തതാണ് പൊട്ടാസ്യം. മാക്രോ മിനറൽസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. രണ്ടാമത്തതാണ് പൊട്ടാസ്യം. മൂന്നാമത്തത് കാൽസ്യം ആണ്. നാലാമത്തത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസ്. ദെൻ മഗ്നീഷ്യം, സൾഫർ. അപ്പൊ മാക്രോ മിനറൽസ് ഏതൊക്കെയാ വരുന്നത്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം, സൾഫർ. ഇതേതാണ് ഞാൻ പറഞ്ഞ കാറ്റഗറി? ഏതാണ്? മാക്രോ മിനറൽസ് ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമായത്. ദെൻ അടുത്തത് മൈക്രോ മിനറൽസ് ആണ്. മൈക്രോ മിനറൽസ് എന്ന് പറഞ്ഞാൽ അയൺ വരുന്നത്, അയൺ. ഓക്കെ, ദെൻ സിങ്ക്, അയൺ, സിങ്ക്, അയഡിൻ. അയൺ, സിങ്ക്. അയൺ എന്നൊക്കെ നമുക്ക് അറിയാലോ, നമ്മുടെ അതാണ് ഹീമോഗ്ലോബിനുമായി ബന്ധപ്പെട്ടതാണ് അയൺ ഒക്കെ. നമ്മുടെ ശരീരത്തിലെ നമുക്ക് രണ്ട് തരത്തിലുള്ള രക്താണുക്കൾ, WBC ആൻഡ് RBC, അരുണ രക്താണുക്കളുണ്ട്, ശ്വേത രക്താണുക്കളുമാണ്. ഈ രണ്ട് തരം രക്താണുക്കളുടെ ഫ്ലോ കൊണ്ടാണ്, അതായത് ശരീരത്തിന് ബ്ലഡിനെ സർക്കിൾ ഫ്ലോ ചെയ്യാൻ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള രക്താണുക്കളാണ്. അതിനകത്ത് ഓക്സിജന്റെ സാന്നിധ്യം കൊടുക്കുന്നത് എന്താണ്? അയൺ ആണ്. അയൺ ഉണ്ടെങ്കിൽ മാത്രമാണ് ഓക്സിജന്റെ ഒരു പ്രസൻസ് അതിനകത്ത് ബ്ലഡ് സർക്കുലേഷനിൽ ഉണ്ടാവുക. ഓക്കെ, അയഡിൻ നമുക്കറിയാം നമ്മുടെ പ്രവർത്തനങ്ങളും പാചക പ്രവർത്തനങ്ങൾ എന്ന് പറയും, നമ്മുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഇതാണ് അയഡിൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് സെലീനിയം.
അപ്പൊ മൈക്രോ മിനറൽസിൽ അയൺ പറഞ്ഞു, സിങ്ക് പറഞ്ഞു, അയഡിൻ പറഞ്ഞു, ദെൻ അടുത്തതാണ് സെലീനിയം. ദെൻ അടുത്തത് കോപ്പർ ആണ്. കോപ്പർ. ദെൻ അടുത്തത് മാംഗനീസ്. ക്രോമിയം. CHROMIUM, ക്രോമിയം. അയൺ, സിങ്ക്, അയഡിൻ, സെലീനിയം, കോപ്പർ, മാംഗനീസ്, ക്രോമിയം. ഇതാണ് മൈക്രോ മിനറൽസ്. ഇത് കൂടാതെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനമുണ്ട്. അതെന്താണ്? അത് ഞാൻ ഇവിടെ ഇതുവരെ പറഞ്ഞില്ല. ഓക്സിജൻ അല്ല, ഓക്സിജൻ വേണം. വാട്ടർ ഇല്ല. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട ഒരു കണ്ടന്റ് വാട്ടർ ആണ് അല്ലെ. നമ്മൾ നേരം വെളുത്തു കഴിഞ്ഞാൽ നമ്മൾ ചായയാണോ കാപ്പിയാണോ ആദ്യം കുടിക്കേണ്ടത്? എന്താണ് ആദ്യം കുടിക്കേണ്ടത്? വെള്ളം. വെള്ളം കുടിക്കുകയാണെങ്കിൽ, തീരെ ഹോട്ടുള്ള വാട്ടർ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ അത്രയും നേരം നടക്കുന്നത്, നമ്മൾ ഉറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറേയധികം നമ്മുടെ ശരീരത്തിൽ ടോക്സിൻസ് ഒക്കെ ഉണ്ടാവാം, കുറേയധികം വേസ്റ്റേജ് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇതൊക്കെ റിമൂവ് ചെയ്യാനും അതൊക്കെ കളയാനും വേണ്ടിയിട്ട് വാട്ടർ ആണ് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. അപ്പൊ വാട്ടർ കണ്ടന്റ് എന്ന് പറയുന്നത് 60% എന്താണ്? വാട്ടർ കണ്ടന്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. ഓക്കെ, അപ്പൊ വാട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാരി ന്യൂട്രിയൻസ് ടു ഓൾ സെൽസ്, ഫ്ലഷ് ഔട്ട് ടോക്സിൻ ആൻഡ് വേസ്റ്റ്, റെഗുലേറ്റ് ബോഡി ടെമ്പറേച്ചർ, ഇംപ്രൂവ്സ് ഡൈജഷൻ. അത് എഴുതിയെടുത്തോളൂ കേട്ടോ. വാട്ടർ എന്താണെന്ന് എഴുതിയെടുത്തോളൂ. ക്യാരി ന്യൂട്രിയൻസ് to all cells, flush out toxin and waste, regulate body temperature, improves digestion. മാം ഒന്നും കൂടെ പറയൂ. ഒന്നുകൂടി പറയാം. ക്യാരി ന്യൂട്രിയൻസിനെ കൊണ്ടുപോകുന്നു ശരീരത്തിലേക്ക്. ക്യാരി ന്യൂട്രിയൻസ് ടു ഓൾ സെൽസ്, ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലേക്ക് ന്യൂട്രിയൻസ് എത്തിക്കുന്നു. ഫ്ലഷ് ഔട്ട് ടോക്സിനുകളെ നിർവീര്യമാക്കുന്നു, ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു. ആൻഡ് വേസ്റ്റ്. Regulate body temperature, improves digestion. ദഹനത്തിന് അല്ലെ, നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് സഹായിക്കുന്നു. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? വാട്ടർ ചെയ്യുന്നത് ന്യൂട്രിയൻസിന്റെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുന്നു, ടോക്സിൻസിനെയും വേസ്റ്റിനെയും ഫ്ലഷ് ഔട്ട് ചെയ്യുന്നു, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഡൈജഷന് സഹായിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് വാട്ടറിന്റെ ഡ്യൂട്ടി. ഇതാണ് ശരീരത്തിന്. ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാം. എന്താണ് ഇതിനകത്ത് വാട്ടർ ചെയ്യുന്ന ജോലി എന്ന് ചിലപ്പോൾ ചോദിക്കാം. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ അത്രയും നല്ലത്. ഓക്കെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ ഒരു ഭാഗത്തിലേക്ക് പോകുന്നത് ബാലൻസ്ഡ് ഡയറ്റ് എന്നൊരു ഭാഗത്തിലേക്കാണ്. ഓക്കെ, എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? വാട്ട് ഈസ് ബാലൻസ്ഡ് ഡയറ്റ്? നമ്മൾ ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുക, എല്ലാ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുക. എല്ലാ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് അല്ലെ. ശരിയാണ് പറഞ്ഞത്. ഇനി വേറെ ആർക്കെന്തെങ്കിലും പറയാനുണ്ടോ? അതുകൂടാതെ രേവതിയാണോ പറഞ്ഞത്?
രേവതി പറഞ്ഞത് കൂടാതെ വേറെ എന്തെങ്കിലും അഡീഷൻ പറയാനുണ്ടോ? ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല. നമ്മുടെ പ്രോട്ടീൻസ്, നമ്മുടെ ശരീരത്തിന് വേണ്ട പ്രോട്ടീൻസ്, മിനറൽസ് എല്ലാം ഒരുപോലെ ബാലൻസ്ഡ് ഡയറ്റ് ബോഡിയിൽ ഉണ്ടാവുന്ന അവസ്ഥ അതാണ്. അതായത് നമ്മൾ ശരിയായ അളവില് എല്ലാ ഫുഡ് ഗ്രൂപ്പ്സിനെയും ഉൾപ്പെടുത്തുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ ആ പ്ലേറ്റില് എല്ലാത്തരം ഫുഡുകളും വേണം. അതിനെയാണ് ഫുഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് പലതരത്തിലുള്ള, അതായത് ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ് ഗ്രൂപ്പിനെ ഉൾപ്പെടുത്തി നമ്മളത് ശരിയായ അളവിൽ ഇൻടേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിനെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയാം. 7 കമ്പോണൻസ് ആണ് ബാലൻസ്ഡ് ഡയറ്റിലുള്ളത്. അതിനകത്ത് ഒന്നാണ് കാർബോഹൈഡ്രേറ്റ്, ഓക്കെ, 2 ഫാറ്റ്, 3 പ്രോട്ടീൻ ആണ്, 4 വൈറ്റമിൻസ് ആണ്, 5 മിനറൽസ് ആണ്, 6 ഫൈബർ ആണ്, then 7th one is വാട്ടർ ആണ്. ഓക്കെ, ഒന്നും കൂടി പറയാം. 7 കമ്പോണൻസ് ആണ് ബാലൻസ്ഡ് ഡയറ്റിൽ ഉണ്ടാവുക. ശരിയായ അളവിൽ എല്ലാത്തരം ഫുഡ് ഗ്രൂപ്പ്സിനെയും ഉൾപ്പെടുത്തുന്നതാണ് ബാലൻസ്ഡ് ഡയറ്റ്. ഈ 7 കമ്പോണൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് കാർബോഹൈഡ്രേറ്റ്, സെക്കൻഡ് വൺ ഈസ് ഫാറ്റ്, തേർഡ് വൺ ഈസ് പ്രോട്ടീൻ, ആൻഡ് ഫോർത്ത് വൺ ഈസ് വൈറ്റമിൻസ്, ഫിഫ്ത് വൺ ഈസ് മിനറൽസ്, സിക്സ്ത് വൺ ഈസ് ഫൈബർ, ആൻഡ് സെവൻത് വൺ ഈസ് വാട്ടർ. അതായത് നമ്മളൊരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ, നമ്മളൊരു നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റ് എടുക്കുവാണെങ്കിൽ ഈ 7 കമ്പോണൻസും അതിനകത്ത് ഉണ്ടായിരിക്കണം. ഒരു പ്ലേറ്റിക്ക് ഒരു ഭാഗത്ത് കുറച്ച് ഭാഗം കാർബോഹൈഡ്രേറ്റ് ആയിരിക്കണം, കുറച്ച് ഭാഗം ഫാറ്റ് ഉണ്ടായിരിക്കണം, കുറച്ച് ഭാഗം പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, കുറച്ച് ഭാഗം വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം, കുറച്ച് മിനറൽസ് ഉണ്ടായിരിക്കണം, ദെൻ ഫൈബർ ഉണ്ടായിരിക്കണം, പിന്നെ അതുപോലെ തന്നെ വാട്ടറും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടാകണം. ഇത്തരത്തിൽ ഒരു പ്ലേറ്റില് ഈ 7 തരം വിഭവങ്ങള് നമ്മൾ ഒരുക്കി വെക്കുവാണെങ്കിൽ, അത് നമ്മൾ കഴിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് അത് കൊടുക്കുവാണെങ്കിൽ അതിനെ എന്ത് പറയാം? എന്താ പറയാ അതിനെ? അത് പറയാനായിട്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെന്റ് തരാം. അസൈൻമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കലോറീസ് എഴുതി കൊണ്ടുവരിക, എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യുക. എഴുതുക, സബ്മിറ്റ് ചെയ്യുക. നമ്മൾ എന്തൊക്കെ ഫുഡാണ് അസൈൻമെന്റ്? നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന ഒരു ഫുഡ് ഉണ്ടാവുമല്ലോ, നമ്മുടെ ഒരു ദിവസത്തെ ഫുഡ്. നമ്മൾ ഒരു ദിവസത്തെ ഫുഡിൽ എന്തൊക്കെ സാധനങ്ങൾ കഴിക്കുന്നു, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മൾ കഴിക്കുന്നത്, അതിന്റെ കാലറി എഴുതുക. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഒരു എഗ് പഫ്സിൽ എത്ര കാലറി ഉണ്ട്? അറിയാവുന്നവര് പറയാം. എത്രയാ? എത്രയാ? കേട്ടില്ല. 300 കലോറിയാണോ? 300 കലോറിയാണോ ഒരു എഗ് പഫ്സിൽ ഉണ്ടാവുക? 300 ഉണ്ടാവുള്ളൂ ഒരു എഗ് പഫ്സ്. 140 അല്ലേ? 140 അല്ല, 300 കലോറിയാണ് ഒരു എഗ് പഫ്സിൽ ഉണ്ടാവുക. അങ്ങനെയാണോ ഗൂഗിളിൽ അടിച്ചു നോക്കിയിട്ട് കണ്ടത്? അതെ. ഏതിലായിരുന്നു? കേട്ടില്ല. ഏതിലായിരുന്നു? എഗ് പഫ്സ്. കേൾക്കുന്നില്ലല്ലോ. എഗ് പഫ്സ്, മുട്ട പഫ്സ് ഉണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന. ഓക്കെ, നിങ്ങൾ നോക്കുക, നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇതൊരു നിഗമനമാണ് എനിക്ക് കിട്ടിയത്. 300 കലോറി ഉണ്ടാവുക. ഒരു വ്യക്തിക്ക് ഒരു ദിവസം 2000-2100 കലോറി മതി. ഓക്കെ, ഒരു കുട്ടിക്കാണെങ്കിൽ 1690 കലോറി മതി ഒരു ദിവസം. അപ്പോ നമ്മള് ഓരോ സാധനം നമ്മൾ കഴിക്കുമ്പോഴും അതിന്റെ കലോറി എത്രയാണെന്ന് അറിഞ്ഞ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ അസൈൻമെന്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. എത്ര കലോറി ആണെന്ന് നമ്മൾ ഓരോ ചോറ് മുതൽ നമ്മൾ കഴിക്കുന്ന ഒരു മുട്ടക്കറി വരെ എത്ര കലോറി ആണെന്ന് കണ്ടുപിടിച്ച് അത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, റെഡി ആണല്ലോ ചെയ്യാനായിട്ട്? എങ്ങനെ മാം കണ്ടുപിടിക്കാം? അത് നിങ്ങൾ പല ഇതിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, അറിയാനായിട്ട് പറ്റും.
പലതിലും ഉണ്ടാവും അവൈലബിൾ. ഏതെങ്കിലും ഒക്കെ ഫുഡ് നമ്മൾ ഒരു ദിവസം കഴിക്കുന്ന നമ്മൾ ഒരു ഏതെങ്കിലും ഒക്കെ ദിവസം ഫുഡ് കഴിക്കുന്നത് നിങ്ങള് എന്താണോ കഴിക്കുന്നത് കഴിക്കുന്ന ആഹാരത്തിന്റെ കലോറി മതി. ആ കഴിക്കുന്ന ഫുഡിന്റെ നെയിമും അതിന്റെ കലോറിയും മാത്രം എഴുതിയാൽ മതിയോ അസൈൻമെന്റ്? എത്ര പേജ് എന്നൊക്കെ ഉണ്ടോ? ഇല്ല ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റുകളൊന്നും തന്നിട്ടില്ല, വരണുള്ളൂ അസൈൻമെന്റ്. ആ ഓക്കെ, ഇത് ജസ്റ്റ് ഫുഡിന്റെ പേര് അതിന്റെ കലോറി അത് മാത്രം മതി അല്ലേ? ഓക്കെ ഓക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അസൈൻമെന്റ് ഒക്കെ ഇനി വരുന്ന ക്ലാസ്സിൽ തരുള്ളൂ, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, സമയം വരുന്നേ ഉള്ളൂ. ധാരാളം അസൈൻമെന്റുകൾ ഞാൻ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. അപ്പോൾ വരുന്ന ചാപ്റ്ററുകളിൽ കൂടുതലായിട്ട് അസൈൻമെന്റ്സ് തരാം. ഇത് ആക്ടിവിറ്റിയാണ് ചെയ്യിപ്പിക്കുന്നത് ഞാൻ എപ്പോഴും, പക്ഷെ അസൈൻമെന്റ് ഒന്നും തരാത്തതുകൊണ്ട് ഒരു അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു അസൈൻമെന്റ്, അതായത് 2 അസൈൻമെന്റുകൾ ഉണ്ട്. മറ്റൊരു അസൈൻമെന്റ് എന്ന് പറഞ്ഞാല് നമ്മള് കഴിക്കുന്ന, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടായാലും ചെയ്താൽ മതി, നെക്സ്റ്റ് വീക്ക് കഴിഞ്ഞിട്ടായാലും ചെയ്താൽ മതി. ഏതൊക്കെ വൈറ്റമിൻസ് ആണ് ഏതൊക്കെ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൽ ഉള്ളതെന്നും കൂടി കണ്ടെത്തി കൊണ്ടുവരിക. വൈറ്റമിൻസ് ഇപ്പോ മാംഗോ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഏത് വൈറ്റമിൻസ് ആണ് ഉണ്ടാവുക, അതുപോലെ പപ്പായ എടുക്കുകയാണെങ്കിൽ ഏത് വൈറ്റമിൻസ് ആണ്, ടൊമാറ്റോ എടുക്കുകയാണെങ്കിൽ ഏത് വൈറ്റമിൻസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ആഡ് ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ട് വരിക. ഫ്രൂട്ട്സിൽ മാത്രമാണോ? ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ നമുക്ക് ചെയ്യാം. അല്ലാതുള്ള മീറ്റ്, ഡയറി പ്രൊഡക്റ്റ്, അതിനകത്തൊക്കെ വൈറ്റമിൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ഡെയിലി ഉൾപ്പെടുന്ന ആഹാരത്തിലെ വൈറ്റമിൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത്. എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യുക? സബ്മിറ്റ് ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ പറഞ്ഞ അസൈൻമെന്റ്, അതായത് കലോറീസിന്റേത് നെക്സ്റ്റ് വീക്കിനുള്ളിൽ സബ്മിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീക്ക്, അതായത് ഒരു നെക്സ്റ്റ് ഫ്രൈഡേക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യുക. ഈ ഫ്രൈഡേ അല്ല, നെക്സ്റ്റ് ഫ്രൈഡേ. ഞാൻ ടോപ്പിക് ഇന്നലേക്ക് നാളെ കൊടുത്തേക്കാം കേട്ടോ. ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ടോപ്പിക് അവൈലബിൾ ആകും, അപ്പൊ അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ. മാം അസൈൻമെന്റ് പറയുമ്പോ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ കണ്ടന്റ്, പിന്നെ കൺക്ലൂഷൻ, അത്രയല്ലേ വേണ്ടോ? അത് മതി. ഓക്കെ ഓക്കെ ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ മൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.